ഹായ് നമസ്കാരം, ഞാൻ വിജിൻ. ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് വേറെ ഒന്നും കേട്ടോ, ഫിഷ് നിർവാണയാണേ. അതെ, ഒരു പൊറോട്ടേൻ്റെ മുകളിലേക്ക് കുറച്ചങ്ങോട്ട് ഒഴിച്ചിട്ട് ആ പൊറോട്ടയിൽ നിന്നൊരു കഷ്ണം കറിയിൽ നല്ലപോലെ മുക്കി മീനും ഒരു കഷ്ണം എടുക്കുക. പിന്നെ അതെ, ആ മാങ്ങയല്ലേ അതും കൂടി ചേർത്തിട്ട് ഇങ്ങനൊരു പിടി പിടിക്കണം കേട്ടോ. എൻ്റെ അമ്മോ, ഒരു രക്ഷയില്ല, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഫിഷ് നിർവ്വാണ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1/2 കിലോ ആവോലി എടുത്തിട്ടുണ്ട്, കഷ്ണങ്ങളാക്കിയതാണ്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇത് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തെടുക്കാം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ, 1 ടേബിൾ സ്പൂൺ മതി. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. ഒരു സിമ്പിളായിട്ടുള്ളൊരു മസാലയാണ് ഇത്, നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. ഈ മസാലയൊക്കെ മീനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് 15 മിനിറ്റോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ ഇതൊരു അരമണിക്കൂർ ഇവിടെ കിടക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് വേണ്ട കുറച്ച് ഐറ്റം ഉണ്ട്. ഒരു പച്ചമാങ്ങ ഇഞ്ചി നീളത്തിലരിഞ്ഞത്, പിന്നെ പച്ചമുളക് ചുവന്ന് പോയി, കുഴപ്പമില്ല, അതുണ്ടെങ്കിലും മതി കേട്ടോ. കുറച്ചധികം കറിവേപ്പില. ഇനി മീനൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ മീനും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. അതായത് ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഒരു ഭാഗം നല്ലപോലെ വന്ന് നെയ്യൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഭാഗം കൂടി ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ഒന്ന് കോരി മാറ്റി വെക്കുക. മീനെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു ചട്ടിയാണ്. അതിലേക്ക് വാഴയില കേട്ടോ, നമ്മൾ കറക്റ്റ് സൈസിനൊന്ന് കട്ട് ചെയ്തിട്ട് ആ ചട്ടിയിലേക്ക് ഇതുപോലെ ഒന്ന് ഇറക്കി വെക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കാം. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇല നല്ലപോലെ ഷേപ്പിൽ നിന്നോളും. ഇനി വാട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇത് കുറച്ചധികം കറിവേപ്പില അടിയിലൊന്ന് നിരത്തി കൊടുക്കുക. ഇപ്പോഴാണ് കേട്ടോ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യേണ്ടത്. ജസ്റ്റ് ഓൺ ചെയ്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഫിഷില്ലേ അത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ കൂട്ടിയിടാതെ ഇതുപോലെ ഒന്ന് സൈഡിലേക്കൊക്കെ ഒന്ന് ഒതുക്കി വെക്കുക കേട്ടോ. ഈ ഒരു രീതിയിൽ ഒതുക്കി വെച്ചാൽ മതി. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം കേട്ടോ. തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞാൽ 2ാം പാലില്ലേ, അധികം കട്ടിയില്ലാത്ത 2ാം പാൽ. ഏകദേശം 1 കപ്പ് ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് മുഴുവനായിട്ടും ചേർക്കുന്നുണ്ട്, കാരണം നമുക്ക് കുറച്ച് ഗ്രേവി അധികം കിട്ടാനാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ആ പച്ച മാങ്ങല്ലേ, ഇതിനധികം പുളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചധികം മാങ്ങ ചേർക്കുന്നുണ്ട് കേട്ടോ. അതായത് ഒരു മാങ്ങയുടെ 2 ഭാഗവും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. അതുപോലെ ഇഞ്ചിയും കുറച്ചധികം ഇടും കേട്ടോ. ഇതെല്ലാം ഒന്ന് സെറ്റായി വരുമ്പം ഇഞ്ചിക്കും മാങ്ങയ്ക്കൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഈ ഒരു പച്ചമുളകില്ലേ, പഴുത്തുപോയ പച്ചമുളക്, ഇത് നിർബന്ധമല്ല, ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. അതൊക്കെ കടിച്ച് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കുറച്ചധികം കറിവേപ്പില ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഏകദേശം നമ്മളൊരു 10 മിനിറ്റിൻ്റെ ചോടയാണ് കേട്ടോ വേവിച്ചെടുത്തത്. ഒരു മീഡിയം ഫ്ലെയിമിലാണ്. ഇനി ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കുക. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലപോലെ തിളച്ച് ആ മാങ്ങയും ഇഞ്ചിയും ആ മുളകും എല്ലാം നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. കറി അല്പം ഒന്ന് കുറുകിയിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പം ഇതിലേക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ, ഇത് ഞാനൊരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്, അതും ചേർക്കുക. പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്തെടുക്കാം. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടിയും ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടിയും തൂവി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ആ മീനൊന്നും പൊട്ടാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊരു അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് മാത്രം ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കേട്ടോ. അത്രയും മതി, 2 മിനിറ്റ്. അങ്ങനെ നമ്മളിത് 2 മിനിറ്റ് കേട്ടോ മാത്രം ഒന്ന് ചൂടാക്കിയെടുത്തതേ ഉള്ളൂ. ഒരുപാട് ചൂടാക്കി കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞു പോവും. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഗ്രേവീൻ്റെ ആ ഒരു കട്ടിയൊക്കെ, സംഭവം ഇത്രയേ ഉള്ളൂ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ചട്ടിയിൽ വെച്ചതുകൊണ്ട് തന്നെ ചട്ടിക്ക് നല്ലപോലെ ചൂടുണ്ടാവും കേട്ടോ. ആ ചൂട് കിടന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് സെറ്റാവും. ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ഫിഷ് നിർവ്വാണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി സംഭവം കേട്ടോ. അപ്പോൾ നല്ല ചൂട് പൊറോട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് നമ്മുടെ ഗ്രേവിയും മീനിൻ്റെ കഷ്ണവും മാങ്ങയും ഇഞ്ചിയും എല്ലാം കൂടി ഇട്ട് കൊടുക്കുക.
എന്നിട്ട് ആ പൊറോട്ടയിൽ നിന്ന് ഇതുപോലെ മുറിച്ച് ആ കറിയിൽ നല്ല പോലെ മുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഗ്രേവി നമുക്ക് കുറച്ചധികം എടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ആ മീനിന്ന് ഒരു കഷ്ണം എടുക്കുക. പിന്നെ നമ്മുടെ ആ കറിവേപ്പിലയും ഇഞ്ചിയും മാങ്ങയും എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു പിടിയും കൂടി പിടിക്കണം. എൻ്റെ പൊന്നു മക്കളെ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. എന്താ പറയുക, വായിൽ നമുക്ക് കപ്പലോടും, അത്രയ്ക്കും ടേസ്റ്റാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് പൊറോട്ടേൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ചപ്പാത്തി, വെള്ളപ്പം, നൂൽപുട്ട് എന്തിനൊപ്പവും അടിപൊളിയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.